ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സിവിൽ സർവീസിലും മറ്റു തസ്തികകളിലും പുനർനിയമനം സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി നടത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 10 ഫെബ്രുവരി 2026 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിൻ്റെ ഹെഡിങ്: വിമുക്ത ഭടന്മാർ കേന്ദ്ര സിവിൽ സർവീസുകളിലെയും തസ്തികകളിലെയും പുനർനിയമനം ഭേദഗതി ചട്ടങ്ങൾ 2026 സർക്കാർ വിജ്ഞാപനം ചെയ്തു. മിലിറ്ററി നഴ്സിംഗ് സർവീസ് അഥവാ MNS ഉദ്യോഗസ്ഥരെ പുനർനിയമന ചട്ടങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തി പുനരധിവാസവും രണ്ടാം ഘട്ട ഔദ്യോഗിക ജീവിതത്തിനുള്ള അവസരങ്ങളും ശക്തിപ്പെടുത്തുന്നു. ഭരണഘടനയുടെ 309 അനുച്ഛേദമനുസരിച്ച് വിമുക്ത ഭടന്മാർ കേന്ദ്ര സിവിൽ സർവീസുകളിലെയും തസ്തികകളിലെയും പുനർനിയമനം ഭേദഗതി ചട്ടങ്ങൾ 2026 സർക്കാർ വിജ്ഞാപനം ചെയ്തു. ചട്ടം 2CIയിൽ വരുത്തിയ പ്രധാന മാറ്റം കരസേന, നാവികസേന അല്ലെങ്കിൽ വ്യോമസേന എന്നിവയിൽ യുദ്ധസേനാംഗമായോ യുദ്ധേതര സേനാംഗമായോ ഏതു റാങ്കിലും സേവനമനുഷ്ഠിച്ചവരെയും അതുപോലെ ഇന്ത്യൻ യൂണിയന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ അഥവാ MNS ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സിവിൽ സർവീസുകളിലെ വിമുക്ത ഭടന്മാരുടെ പുനർനിയമനത്തിനായുള്ള നിർവചന പരിധിയിൽ വ്യക്തമായി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചു. കമ്മീഷൻഡ് ഓഫീസർമാരായ MNS ഉദ്യോഗസ്ഥർക്ക് മറ്റ് വിമുക്ത ഭടന്മാരെ പോലെ തന്നെ പുനർനിയമന ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെ നിലനിന്നിരുന്ന അവ്യക്തത ഈ നീക്കം ഇല്ലാതാക്കുന്നു. ഈ ഭേദഗതി MNS ഉദ്യോഗസ്ഥരെ പുനർനിയമന ചട്ടങ്ങൾക്ക് കീഴിൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയും മുൻ പ്രതിരോധ ഉദ്യോഗസ്ഥരിലെ ഒരു വലിയ വിഭാഗത്തിന് പുനരധിവാസത്തിനും രണ്ടാം ഘട്ട തൊഴിലവസരങ്ങൾക്കും വേണ്ടിയുള്ള പിന്തുണ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ചട്ടം 2 ക്ലോസ് C ഭേദഗതി പ്രകാരം വിമുക്ത ഭടന്മാർ എന്നതിൻ്റെ നിർവചനത്തിൽ റെഗുലർ ആർമി, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ യൂണിയന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് കൂടി ഇപ്പോൾ വ്യക്തമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുദ്ധസേനാംഗമായോ യുദ്ധേതര സേനാംഗമായോ ഏതെങ്കിലും റാങ്കിൽ സേവനമനുഷ്ഠിച്ച ഏതൊരാൾക്കും ഈ ചട്ടം ബാധകമാണ്. 2026 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. ഈ ഭേദഗതി MNS ഉദ്യോഗസ്ഥർക്ക് താഴെ പറയുന്നവയിലേക്ക് ഔദ്യോഗികമായി പ്രവേശനം നൽകുന്നു. 1. സംവരണ ക്വാട്ടകൾ. കേന്ദ്ര സർക്കാർ തസ്തികകളിൽ ഗ്രൂപ്പ് സിയിൽ 10%, ഗ്രൂപ്പ് ഡിയിൽ 20% ലഭിക്കും. പ്രായപരിധിയിൽ ഇളവ്. സിവിൽ ജോലിക്കുള്ള യോഗ്യതയ്ക്കായി അവരുടെ യഥാർത്ഥ പ്രായത്തിൽ നിന്നും സൈനിക സേവനത്തിൻ്റെ വർഷങ്ങളും ഒപ്പം 3 വർഷവും കുറയ്ക്കാനുള്ള സൗകര്യം. തൊഴിൽ മുൻഗണന. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും മുന്നിൽ മറ്റ് വിമുക്ത ഭടന്മാർക്ക് തുല്യമായ പരിഗണന ഇവർക്കും ലഭിക്കും. MSP അഥവാ മിലിറ്ററി സർവീസ് പേ സംബന്ധിച്ച പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ വന്ന ഈ ഉത്തരവ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.